ഹായ് എവരിവൺ, വെൽക്കം ടു എക്സാം വൈ USS. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽസ്, കോശങ്ങൾ എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, ആ ഏരിയയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും സിമ്പിൾ, സെൽസുമായി റിലേറ്റഡ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് തുടങ്ങാം. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, ജീവൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇറ്റ് ഈസ് സെൽസ് അല്ലേ. ജീവൻ്റെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫാണ് സെൽ എന്ന് പറയുന്നത്. കോശങ്ങൾ എന്ന് പറയുന്നത് ജീവൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. ഇതെല്ലാവർക്കും നമുക്കറിയാം, പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു ഒബ്സർവ് ദ സ്ട്രക്ചർ ഓഫ് എ സെൽ. കോശത്തിൻ്റെ ഘടന നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നമുക്കറിയാം, കോശങ്ങൾ, സെൽസ് എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോസ്കോപ്പിക് ആണ് അല്ലേ, വളരെ ചെറുതാണ്, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം അത് എന്ത് ചെയ്യണം? മാഗ്നിഫൈ ചെയ്യണം, കൂടുതൽ മാഗ്നിഫൈ ചെയ്ത് സൂം ചെയ്ത് അങ്ങനെ കാണാൻ പറ്റുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണോ, മൈക്രോസ്കോപ്പ് ആണോ, കമ്പ്യൂട്ടർ ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം മൈക്രോസ്കോപ്പ് അല്ലേ. മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് നമുക്ക് സെൽസിനെ കാണാൻ സാധിക്കുക. അതിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, അതിൻ്റെ ആ ഒരു ചിത്രം അല്ലേ, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. മൈക്രോസ്കോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെല്ലുലാർ ആക്ടിവിറ്റീസ് ആർ കൺട്രോൾഡ് ബൈ. കോശത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, ഒരു സെല്ലെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഒരു സെല്ല് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെല്ലിൽ എന്തുണ്ടാകും? ആ സെല്ലിൽ പിന്നെ ഒരു ഏറ്റവും പുറത്ത് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടാകും, അതിൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ടാവും അല്ലേ, ഒരു ഫ്ലൂയിഡ് ലൈക്സ് സൈറ്റോപ്ലാസം ഉണ്ടാവും. ആ സൈറ്റോപ്ലാസത്തിൽ പലതരത്തിലുള്ള സെൽ ഓർഗനൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. ന്യൂക്ലിയസ് എന്താ? ന്യൂക്ലിയസിനകത്താണ് DNA, അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലൊക്കെ ഉള്ളത്. അതാണ് മൊത്തം സെല്ലിൻ്റെ എല്ലാ വർക്ക്സും എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കൺട്രോൾ സെൻറ്റർ ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസ് ആണ് അല്ലേ. അപ്പം ന്യൂക്ലിയസ് ആണ് കറക്റ്റ് ആൻസർ. കൺട്രോൾ സെൻറ്റർ ഓഫ് ദ സെല്ല് ന്യൂക്ലിയസ് ആണ്, റൈറ്റ്. ഓക്കെ, അപ്പം ആനിമൽ സെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരുപാട് തരത്തിലുള്ള സെൽ ഓർഗനൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും പുറത്ത് സെൽ മെമ്പറൈൻ, അതേപോലെ തന്നെ അതിനകത്ത് സൈറ്റോപ്ലാസം, പിന്നെ റൈബോസോം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, വാക്യൂൾ എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ, ന്യൂക്ലിയസ്. ഇനി വിച്ച് ഈസ് ദ ഫങ്ഷൻ ഓഫ് ലൈസോസോം. ലൈസോസോമിനെ നമുക്കറിയാം അല്ലേ, ഒരു സെൽ ഓർഗനലാണ്. ആ സെൽ ഓർഗനലിൻ്റെ ഫങ്ഷൻ ദ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഇൻസൈഡ് ദ സെൽ. കോശത്തിനകത്തെ പദാർത്ഥങ്ങളുടെ ചലനത്തിന് സഹായിക്കുന്നു. ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഫോറിൻ ബോഡീസ് വിച്ച് എൻ്റർ ഇൻ ടു ദ സെൽ. കോശത്തിനകത്ത് പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കുന്നു. ഇറ്റ് ആക്ട് ആസ് എ പാത്വേ ഫോർ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഇൻസൈഡ് ദ സെൽ. കോശത്തിനകത്തെ പദാർത്ഥങ്ങളുടെ ചലനത്തിന് വഴിയൊരുക്കുന്നു. നൺ ഓഫ് ദീസ്, ഇതിലൊന്നുമല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ലൈസോസോം എന്താ ചെയ്യുക? ലൈസോസോം എന്ന് പറയുന്ന ആ ഒരു സെൽ ഓർഗനൽ, ഇതാണ് ലൈസോസോം അല്ലേ. ആ ലൈസോസോമിനകത്ത് പ്രധാനമായിട്ടുണ്ടാവുക ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണ്. എന്താ ഈ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള, നശിപ്പിക്കാനുള്ള എൻസൈംസാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈസോസോമിനെ നമ്മൾ സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ എന്നൊക്കെ പറയും. ചിലപ്പോൾ സെല്ലിനെ മൊത്തത്തിൽ തന്നെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ എൻസൈംസ് അങ്ങോട്ട് മൊത്തത്തിൽ വിട്ടാൽ അതെന്ത് ചെയ്യും? സെല്ല് നശിച്ചു പോകും. ഇനി അതല്ല, ഏതെങ്കിലും പാർട്ട് മാത്രം നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഈ ലൈസോസോം പോയിട്ട് അവിടെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ എൻസൈംസ് റിലീസ് ചെയ്യും, ആ ഭാഗം നശിച്ചു പോകും അല്ലേ. റിപ്പയറിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും. അതേപോലെ തന്നെയാണ് ഫോറിൻ പാർട്ടിക്കിൾസ്, എന്തെങ്കിലും ഫോറിൻ ബോഡീസ്, അന്യവസ്തുക്കൾ നമ്മുടെ കോശത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ അത് നശിപ്പിക്കാനും സഹായിക്കും ഈ ലൈസോസോമിന് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ലൈസോസോം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കാം. ദ സെൽ ഓർഗനൽ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് എനർജി. ഊർജ്ജോൽപാദനവുമായി ബന്ധപ്പെട്ട കോശാവയവം ഏത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണോ? അല്ല, അത് കണക്റ്റിംഗ് ഓർഗനലാണ് അല്ലേ. മൈറ്റോകോൺട്രിയ ആണോ? യെസ്, മൈറ്റോകോൺട്രിയ ഇസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലേ. ഊർജ്ജ ഉൽപാദനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഊർജ്ജ നിലയം എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റുന്ന പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇറ്റ് ഹാപ്പൻസ് ഇൻ മൈറ്റോകോൺട്രിയ അല്ലേ. മൈറ്റോകോൺട്രിയയിലാണ് നടക്കുക. അപ്പോൾ മൈറ്റോകോൺട്രിയ ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ. അതിന് സെപ്പറേറ്റ് DNA തന്നെയുള്ള ഒരു സെമി ഓട്ടോണോമസ് സെൽ ഓർഗനലാണെന്നൊക്കെ നമ്മൾ പറയും. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് സെൽ ഓർഗനൽ ഈസ് നോൺ ആസ് സൈറ്റോസ്കെലിറ്റൻ ഓഫ് ദ സെൽ. കോശത്തിൻ്റെ സൈറ്റോസ്കെലിറ്റൻ എന്നറിയപ്പെടുന്ന കോശാവയവം ഏത്?
നമുക്കറിയാം സൈറ്റോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ ആ മൊത്തം ആ ഒരു പിന്നെ സെല്ലിൻ്റെ ഒരു ഷേപ്പൊക്കെ നിർണ്ണയിക്കുന്ന ഒന്നിനാണ് നമ്മുടെ സ്കെലിറ്റൺ എന്ന് പറയുന്നത്. നമ്മളെന്തുകൊണ്ട് ഇങ്ങനെ ആയത്, നമ്മുടെ സ്കെലിറ്റൺ ഈ ഒരു ഫോർമാറ്റിലായതുകൊണ്ടാണ് അല്ലേ. അതേപോലെ സെല്ലിൻ്റെ മൊത്തം ഒരു ഷേപ്പൊക്കെ നിർണ്ണയിക്കുന്ന അതിനെയാണ് നമ്മൾ സൈറ്റോസ്കെലിറ്റൺ. സൈറ്റോ റിലേറ്റഡ് ടു സെൽ അല്ലേ. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ സെല്ലിനകത്തുള്ള ഫ്ലൂയിഡ്, സൈറ്റോസ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു സ്കെലിറ്റൺ. അപ്പം അത് ആരാണ്, അല്ലെങ്കിൽ ഏത് സെൽ ഓർഗനലാണ്? റൈബോസോം ആണോ? അല്ല, റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് ആണ് അല്ലേ. മൈറ്റോകോൺട്രിയ അല്ല, വാക്യൂൾ അല്ല, ഇറ്റ് ഈസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ് മൊത്തത്തിലുള്ള ഒരു സെല്ലിൻ്റെ ഷേപ്പിനെ നിർണ്ണയിക്കുന്ന ഒരു സ്കെലിറ്റൺ ആയിട്ട്, ഒരു സെല്ലിൻ്റെ സ്കെലിറ്റൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഓക്കെ, നെക്സ്റ്റ്. ദ സൈസ് ഓഫ് എൻ ഓർഗാനിസം ഡിപ്പെൻഡ്സ് ഓൺ ദ ഡാഷ് പ്രസൻറ്റ് ഇൻ ദം. ഒരു ജീവിയുടെ ശരീരത്തിൻ്റെ വലുപ്പം കോശത്തിൻ്റെ ഡാഷിനെ ആശ്രയിച്ചിരിക്കുന്നു. സ്ട്രക്ചർ, കോശത്തിൻ്റെ ഘടന; നമ്പർ, കോശത്തിൻ്റെ എണ്ണം; മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്, കോശത്തിൻ്റെ വർദ്ധനവ്; ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്, വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ. നമുക്കറിയാം പൊതുവെ അല്ലേ, ഒരു വലിയ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അതിൽ കൂടുതൽ സെല്ലിൻ്റെ നമ്പറാണ് ഉണ്ടാവുക അല്ലേ. ഒരു സിംഗിൾ സെൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അത്രയും ചെറുത് അല്ലേ. ഒരു ഓർഗാനിസത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിനകത്തുള്ള സെൽസിൻ്റെ എണ്ണവും ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും, ജനറലി അത് ആണ് ഏറ്റവും പ്രധാനമായിട്ട് കൂടുക. സോ നമ്പർ ഓഫ് സെൽസ്, കോശങ്ങളുടെ എണ്ണം ഈസ് ദ കറക്റ്റ് ആൻസർ. കോശം ഒരുപാട് കോശങ്ങളുടെ എണ്ണമുള്ള ഒരു ജീവി ഒബ്വിയസ്ലി അതിൻ്റെ പ്രൊപ്പറേഷനായിട്ട് എന്ത് ചെയ്യും, അത്രയും വലിപ്പമുള്ളത് കൂടി ആയിരിക്കും അല്ലേ. ടൈപ്പ് ഓഫ് ഹ്യൂമൻ സെൽസ് ഈസ് ഗിവൺ ഇൻ ദ പിക്ചർ. വിച്ച് സെൽ ഈസ് ദിസ്? ചിത്രത്തിലൊരു മനുഷ്യകോശം നൽകിയിരിക്കുന്നു, ഇത് ഏത് കോശമാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഈ കോശം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം. റെഡ് ബ്ലഡ് സെല്ലാണോ, ചുവന്ന രക്താണുക്കളാണോ? അല്ല. ന്യൂറോൺ ആണോ? നോക്കാം. ചീക്ക് സെല്ലാണോ, കവിളിലെ കോശമാണോ? മസിൽ സെൽ, പേശി കോശമാണോ? അല്ല. നമുക്കറിയാം ന്യൂറോൺ അല്ലേ, നാഡീകോശമാണ് ഈ പറഞ്ഞ ഈ ചിത്രം എന്ന് പറയുന്നത് അല്ലേ. നാഡീകോശം അത് കണ്ടാൽ മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലേ. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സനൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് ഒരു നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ, നാഡീകോശം എന്ന് പറയുന്നത് അല്ലേ. യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഷേപ്പിലുള്ള പലതരത്തിലുള്ള സെൽസ് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റെം സെൽസ് ഉണ്ട്, ബോൺ സെൽസ് ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്, അതേപോലെ തന്നെ മസിൽ സെൽസ് പല രൂപത്തിലുള്ള മസിൽ സെൽസ് ഉണ്ട്, എൻഡോത്തീലിയൽ സെൽസ്, നെർവ് സെൽസ്, ഇപ്പം നമ്മൾ കണ്ടത് സ്കിൻ സെൽസ്, ഫാറ്റ് സെൽസ്, സെക്സ് സെൽസ് എന്ന് വെച്ചാൽ ഗാമേറ്റുകൾ, അതേപോലെ തന്നെ പാങ്ക്രിയാറ്റിക് സെൽസ്, ക്യാൻസർ സെൽസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. പ്ലാസ്റ്റിഡ്സ് ആർ സീൻ ഇൻ. ജൈവകണങ്ങൾ കാണപ്പെടുന്നത് ഡാഷിലാണ്. പ്ലാസ്റ്റിഡ്സ് ആനിമൽ സെല്ലിലാണോ, പ്ലാന്റ് സെല്ലിലാണോ, യൂണിസെല്ലുലാർ ഓർഗാനിസംസിലാണോ, ബാക്ടീരിയയിലാണോ കാണുക? നമുക്കറിയാം പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് കളറിങ് ഓർഗനൽസ് ആണ് അല്ലേ. കളേർഡ് ഓർഗനൽസ്, സ്മോൾ കളേർഡ് ഓർഗനൽസ് ആണ്. അത് കാണുന്നത് എവിടെയാണ്? പ്ലാന്റ് സെൽസിലാണ് അല്ലേ. പ്ലാന്റ് സെൽസിലാണ് നമുക്ക് പിന്നെ സസ്യകോശങ്ങളിലാണ് നമുക്ക് പ്ലാസ്റ്റിഡുകൾ കാണാൻ പറ്റുക അല്ലേ. അപ്പോൾ അത് പലതരത്തിലുള്ള പ്ലാസ്റ്റിഡുകളുണ്ട്, ജൈവകണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ക്ലോറോപ്ലാസ്റ്റ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തുന്ന, പ്രകാശ സംശ്ലേഷണം നടത്തുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. ഹരിതകണങ്ങൾ എന്ന് പറയുന്നത്. ക്രോമോപ്ലാസ്റ്റ് വേറെ പല കളറുകൾ നൽകുന്നത് വർണ്ണകണങ്ങൾ. ല്യൂക്കോപ്ലാസ്റ്റ് അത് ശ്വേതകണങ്ങളാണ് അല്ലേ. അത് കളർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ കൂടെ പഠിക്കുക. ഓക്കെ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ റെഡ് കളർ ഓഫ് അമരാന്തസ് ലീവ്സ്? ചീരയിലയിൽ അതിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്തായിരിക്കും അല്ലേ. ചീരയില ചുവപ്പ് നിറത്തിലാണ് നമുക്ക് കാണാം, അല്ലെങ്കിൽ ആ ഒരു പേർപ്പിളിഷ് ആയിട്ടുള്ള കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ആന്തോസയാനിൻ അല്ലേ. ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ചീരയില ആ രൂപത്തിൽ ആ ഒരു കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇത് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ആ രൂപത്തിൽ ഏതെങ്കിലും ഏരിയാസിൽ നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ ആ ഏരിയ കൂടുതലായിട്ട് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗം എടുത്ത് വായിച്ച് നോക്കി തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ. അപ്പോൾ എനിവേ ഇതുപോലെയുള്ള നമ്മൾ ഓരോ ഏരിയാസ് സെലക്ട് ചെയ്ത് ആ ഏരിയ വളരെ ചുരുക്കി ആ വിഷയത്തിൽ വന്നിട്ടുള്ള പണ്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഇനിയും ബാക്കി സബ്ജക്റ്റിൻ്റെയും അല്ലെങ്കിൽ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, കൃത്യമായി നോട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകട്ടോ. അറിയാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ചും നോട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ ക്വിസുകളും മോക്ക് ടെസ്റ്റുകളൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും. അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.